10 വർഷത്തിലൊരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അഴുകാത്ത ശരീരം പൊതുവണക്കത്തിന് വെക്കുന്ന ചടങ്ങുകൾക്ക് ഇക്കുറി സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങൾ. കഴിഞ്ഞ ദിനം ഗോവയിൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് 12,000 പേരെങ്കിലും വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യുനെസ്കോ അംഗീകരിച്ച ലോക പൈതൃക സ്മാരകമായ വിശുദ്ധന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ബോം ജീസസ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട ഒരു ദിവ്യബലിയോടെയാണ് 18ാമത് പ്രദർശനം ആരംഭിച്ചത്. വിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ ഗോവയുടെ കാരുണ്യത്തിനായി യാചിക്കുന്ന തീർത്ഥാടകരായാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയതെന്ന് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. സാൻസിയാൻ ദ്വീപിൽ നിന്നും മലൂക്ക വഴി അദ്ദേഹത്തിന്റെ അഴുകാത്ത ശരീരം ഗോവയിൽ എത്തിയിട്ട് 4 നൂറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുന്നുവെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. നമ്മൾ യേശുക്രിസ്തുവിന്റെ സുവാർത്തയുടെ സന്ദേശവാഹകരാണ് എന്നതാണ് ഈ വർഷത്തെ പ്രദർശനത്തിന്റെ പ്രമേയമെന്ന് ഗോവാദാമൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി പറഞ്ഞു. സാധാരണ വിശ്വാസികൾ ചുമന്നുകൊണ്ടുവരുന്നതിലും വ്യത്യസ്തമായി ഇത്തവണ ഇലക്ട്രിക് വാഹനത്തിലായിരുന്നു കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ അഴുകാത്ത ശരീരം പുറത്തെത്തിച്ചത്. ബസിലിക്കയുടെ പ്രവേശന കവാടത്തിൽ നിന്നും 2000-ലധികം പുരുഷന്മാരും സ്ത്രീകളും മനുഷ്യച്ചങ്ങല തീർത്താണ് തിരുശേഷിപ്പ് വണങ്ങിയത്. തുടർന്ന് നടന്ന പ്രദർശനത്തിലും അനേകർ പങ്കെടുത്തിരുന്നു.